നമസ്കാരം. ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പാരമ്യത്തിലെത്തി. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ ഇറാന് നൽകിയ സമയപരിധി ഇന്ന് രാത്രി 8 മണിക്ക് അവസാനിക്കാനിരിക്കെ രാജ്യം ശിലായുഗത്തിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും നിശ്ചലമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നും ഓരോ പാലവും ഊർജ്ജ നിലയവും സ്ഫോടനങ്ങളിൽ തകർന്നടിയുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ പ്രകോപനപരമായ പോസ്റ്റിൽ ചൊവ്വാഴ്ച പവർ പ്ലാന്റ് ഡേ ആയിരിക്കുമെന്നും ട്രംപ് കുറിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ നരകതുല്യമായ ജീവിതമായിരിക്കും ഇറാനെ കാത്തിരിക്കുന്നത് എന്നാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ നീക്കം വൻ മാനുഷിക ദുരന്തത്തിന് വഴിവെക്കുമെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഊർജ്ജ നിലയങ്ങൾ തകർക്കപ്പെടുന്നത് 9 കോടിയോളം വരുന്ന ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കും. ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിനും കുടിവെള്ള വിതരണം നിലയ്ക്കുന്നതിനും ഇത് കാരണമാകും. ഭക്ഷ്യ ഉൽപാദന ശൃംഖല തകർന്നതോടെ ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലാകാനും സാധ്യതയുണ്ടെന്നും ഇത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കുറ്റമായി മാറുമെന്നും ഡെമോക്രാറ്റിക് നേതാവ് ചക്ക് ഷൂമർ വിമർശിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ നീക്കം മിതത്വം പാലിക്കണമെന്ന ലോകരാഷ്ട്രങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് വിരുദ്ധമാണ്. ട്രംപിന്റെ ഭീഷണി യാഥാർത്ഥ്യമായാൽ ലോകം സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് നിലവിൽ തന്നെ ഇന്ധനവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $150 ഉയർന്നേക്കാം. ഇത് ആഗോളതലത്തിൽ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനും കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിനും വഴിവെക്കും. ഇതിനു പുറമെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ ബാബ് അൽ മന്ദബ് കടലിടുക്ക് കൂടി തടസ്സപ്പെടുത്തിയാൽ ആഗോള കപ്പൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടാകും. ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ വരവ് നിലയ്ക്കുന്നതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കടുത്ത പ്രതിസന്ധിയിലാകും. ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ചടിയായി ലണ്ടൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇറാൻ ചാരശൃംഖലകൾ വഴി ഭീകരാക്രമണം നടന്നേക്കാമെന്ന് മുൻ സൈനിക ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നുണ്ട്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്താൽ അവർ കൂടുതൽ ശക്തമായി തിരിച്ചടിച്ചേക്കുമെന്നും പശ്ചിമേഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളും ജലശുദ്ധീകരണ പ്ലാന്റുകളും ആക്രമിക്കപ്പെടുമെന്നും മുൻ കേണൽ ഫിലിപ്പ് ഇൻഗ്രാം വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രിട്ടന്റെ അധീനതയിലുള്ള സൈനിക താവളങ്ങളായ ഡിഗോഗാഷിയും സൈപ്രസും ഇറാന്റെ മിസൈൽ പരിധിയിലാണ്. ഇറാൻ അമേരിക്ക സംഘർഷം തങ്ങളുടെ യുദ്ധമല്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ആവർത്തിക്കുമ്പോഴും അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ ബ്രിട്ടനും ലക്ഷ്യമിടാൻ ഇറാൻ മടിക്കില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ പക്ഷം. ലോകം ഒരു മഹാവിപത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ട്രംപിന്റെ ഓരോ വാക്കും വരാനിരിക്കുന്ന വലിയൊരു സ്ഫോടനത്തിന്റെ മുന്നോടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ ഭീഷണികൾ വെറുമൊരു നയതന്ത്ര നീക്കമാണോ അതോ ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന പ്രകോപനമാണോ എന്ന ആശങ്കയിലാണ് രാജ്യാന്തര സമൂഹം. സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകൾക്ക് പകരം ശിലായുഗത്തിലേക്കുള്ള മടക്കം പോലുള്ള തീവ്ര പരാമർശങ്ങൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ ഉതകുമെന്നും നിരീക്ഷകർ കരുതുന്നു. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഈ സൈനിക നീക്കം മാനുഷിക ദുരന്തത്തിന് പുറമെ ആഗോള വിപണികളെയും തകിടം മറിക്കുമെന്ന് ഉറപ്പാണ്. ലോകം ഉറ്റുനോക്കുന്ന ആ നിർണായക സമയപരിധി അവസാനിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ കിരണങ്ങൾ തെളിയുമോ അതോ യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്തുമോ എന്നതും വരും മണിക്കൂറുകളിൽ വ്യക്തമാകും.